ഹായ് ഓൾ, ഞാൻ രുക്മിണി. ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് സ്റ്റുഡൻസിന്റെ ലൈഫിലൂടെ നടക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് നോക്കിയാലോ എന്ന് നോക്കാം. സ്റ്റുഡൻസ് ആയ നമ്മളെപ്പോഴും എന്തെങ്കിലും എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പോകും. പക്ഷെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നില്ല. അത് ലേസിനെസ് അല്ല എപ്പോഴും. സംടൈംസ് നമുക്ക് പിന്നീട് പഠിക്കാം, പിന്നെ പഠിക്കാം. ഇപ്പൊ എന്തായാലും സമയം മാറില്ലേ, ഇനിയിപ്പോ 7 മണിക്ക് പഠിച്ചു തുടങ്ങാം. അയ്യോ, സ്കൂൾ ചെയ്ത് വന്നപ്പോൾ 7:30 ആയല്ലോ, അപ്പൊ ഇനി 8 മണിക്ക് പഠിച്ചു തുടങ്ങാം എന്ന് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഈ 6:30-ക്ക് 7 മണിക്ക് പഠിക്കാമെന്ന് തീരുമാനിക്കുന്നതും 7:30-ക്ക് 8 മണിക്ക് പഠിക്കാമെന്ന് തീരുമാനിക്കുന്നതും നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. എന്നാൽ പഠിക്കാണ്ടായിട്ടില്ല. അന്ന് രാത്രി 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒന്നും പഠിച്ചില്ലല്ലോ. നമുക്ക് ഈ പഠിക്കണം എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ പഠിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെമ്പററി ഡിസ്കംഫേർട്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിൻ പറയുന്നത് ഓക്കെ 6:30 അപ്പൊ നമുക്ക് കറക്റ്റ് 7 മണിക്ക് പഠിച്ചു തുടങ്ങാം. ഇനി 7 കഴിഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് പഠിച്ചു തുടങ്ങാം എന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറഞ്ഞിരുന്നത് ആ ഒരു ടെമ്പററി ഡിസ്കംഫേർട്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്ത് നമ്മൾ അന്നത്തെ ദിവസം പഠിച്ചില്ല എന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഗിൽട്ട് ആവും, ഭയങ്കര ആൻഷ്യസ് ആവും. നമ്മൾ ഇന്ന് ഇത്രയും സമയം ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചില്ലല്ലോ, ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞല്ലോ എന്നുള്ള ഒരു ഗിൽറ്റ് നമുക്ക് എന്തായാലും വരും. ഡെസ്റ്റിനേഷൻ എങ്ങനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അവോയ്ഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ കണ്ടു സമയം 6:30, 6:30-ക്ക് തുടങ്ങണ്ട, നമുക്ക് കറക്റ്റ് 7 മണിക്ക് തുടങ്ങാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. 6:30 ആയിരുന്നു, ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഒരു 5 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കുന്നതിലല്ല കാര്യം. 5 മിനിറ്റ് പഠിച്ചാലും അത് എഫക്റ്റീവായിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളതിലല്ല കാര്യം. പലപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അത് 6:30 ആണെങ്കിലും 7 മണിയാണെങ്കിലും ഇനി തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരിക്കും, പഠിക്കുകയും ചെയ്തിരിക്കും. That's all about procrastination. And subscribe for more videos. See you again. Bye.